ഇനി പറയാൻ പോകുന്നത് കായിക ലോകം കാത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് കരസ്ഥമാക്കിയ ബ്രസീൽ അടങ്ങിയ ഗ്രൂപ്പ് സിയെ കുറിച്ചാണ്. അതിൽ ആദ്യം തന്നെ രാജാക്കന്മാരിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരും ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് നേടിയവരുമാണ് ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീം. അതായത് 1958, 1962, 70, 94, 2002 എന്നീ വർഷങ്ങളിൽ കിരീടം നേടിയ കാനറികളുടെ ചരിത്രം മാസ്മരികമാണ്. ലോകകപ്പ് ഫുട്ബോളിലെ സ്ഥിര സാന്നിധ്യമായവർക്ക് പെലെ, റൊണാൾഡോ, റൊമാരിയോ തുടങ്ങിയ എണ്ണമറ്റ ഇതിഹാസങ്ങളുടെ പാരമ്പര്യമുണ്ട്. സാമ്പ ഫുട്ബോൾ എന്നറിയപ്പെടുന്ന നൃത്തച്ചുവടുകൾ നിറഞ്ഞ അവരുടെ കളിരീതി കാണികളെ ആവേശം കൊള്ളിക്കുന്ന ഒന്നു തന്നെയാണ്. വേഗത, സാങ്കേതിക മികവ്, ക്രിയേറ്റിവിറ്റി എന്നിവ ബ്രസീലിയൻ ഫുട്ബോളിന്റെ മുഖമുദ്രയാണ്. നിലവിലെ ബ്രസീലിയൻ ടീമിന്റെ ഹൃദയവും ചാലകശക്തിയും സൂപ്പർ താരം നെയ്മർ ജൂനിയർ തന്നെയാണ്. പന്ത് കാലിൽ കിട്ടുമ്പോഴെല്ലാം ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാർക്കൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് എന്നത് സമീപകാലത്ത് അയാൾ നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. അവിശ്വസനീയമായ ട്രിബ്ലിങ്ങും കൃത്യതയാർന്ന പാസുകളും ഫ്രീ കിക്കുകളിലെ മാന്ത്രികത എന്നിവ നെയ്മറിനെ എതിരാളികൾക്ക് പേടി സ്വപ്നമാക്കുന്നു. തനിക്ക് പരിക്ക് പറ്റിയിട്ടും തന്റെ ടീം റെലഗ്രേഷന്റെ അടുത്തെത്തിയപ്പോൾ അയാൾ പരിക്ക് വകവെക്കാതെ ആ ടീമിന് വേണ്ടി പൊരുതി ഹാട്രിക് കരസ്ഥമാക്കിയ കാഴ്ചയും ഈയിടെ നമ്മൾ കണ്ടതല്ലേ. കൂടാതെ വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ തുടങ്ങിയ യുവ സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യവും ബ്രസീൽ ടീമിന് കരുത്തു നൽകുന്നു. മധ്യനിരയിൽ കസമീറോ, ലുക്കാസ് പക്കുറ്റ, ബ്രൂണോ ഗൊയ്മറസ് പോലത്തെ താരങ്ങളുണ്ട്. പ്രതിരോധത്തിൽ എഡർ മിലിറ്റാവോയും മാർക്കിനോസ് പോലത്തെ താരങ്ങൾ ഉറപ്പേക്കുമ്പോൾ അലിസൺ അല്ലെങ്കിൽ എഡേസൺ പോലുള്ള ലോകോത്തര ഗോൾ കീപ്പർമാർ ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. 2002 ശേഷം ലോക കിരീടം നേടാൻ കഴിയാത്ത ബ്രസീൽ 2026 6 മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. കാർലോ അഞ്ചലോട്ടിയുടെ കൈവെള്ളിയിൽ എണ്ണിയാലൊതുങ്ങാത്ത താരങ്ങളുണ്ട് അവർക്ക്. അവർ അത് കൃത്യമായി അവരുടെ പ്രകടനം നടപ്പിലാക്കിയാൽ ബ്രസീൽ ടീമിന്റെ വർഷങ്ങളുടെ കാത്തിരിപ്പിനാകും അന്ത്യം കുറിക്കുക. ഒരുപക്ഷെ ഈ വേൾഡ് കപ്പ് നെയ്മറിന്റെ അവസാന വേൾഡ് കപ്പായിരിക്കാം. ആയതിനാൽ തന്നെ അയാൾക്ക് വേണ്ടി വേൾഡ് കപ്പ് സ്വന്തമാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ച് മാത്രമായിരിക്കും ബ്രസീലിയൻ നിര കളത്തിലേക്ക് ഇറങ്ങുക. ആഫ്രിക്കൻ ഫുട്ബോളിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള താരങ്ങളാണ് അറ്റ്ലസ് ലയൺസ് എന്നറിയപ്പെടുന്ന മൊറോക്കൻ ടീം. രണ്ടായിരത്തി 2022 ഖത്തർ ലോകകപ്പിൽ അവർ എഴുതിയ ചരിത്രം മൊറോക്കോയുടെ ഫുട്ബോൾ പാരമ്പര്യത്തിലെ സുവർണ അധ്യായമാണ്. ആഫ്രിക്കയിൽ നിന്നോ അറബ് രാജ്യത്തു നിന്നോ ആദ്യമായി സെമി ഫൈനലിൽ പ്രവേശിച്ച ടീമെന്ന ബഹുമതി അവർക്ക് സ്വന്തമാണ്. ആ ടൂർണമെന്റിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങളിലൊന്ന് ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ പോർച്ചുഗലിനെ തോൽപ്പിച്ചതാണ്. പ്രതിരോധത്തിൽ ഉറപ്പും വേഗതയേറിയ കൗണ്ടർ അറ്റാക്കുകളുമായി കളിച്ച മൊറോക്കോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ 1-0 എന്ന സ്കോറിന് അട്ടിമറിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചവരാണ്. ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് പ്രതിരോധത്തിലെ ചുണക്കുട്ടിയായ അഷ്റഫ് ഹക്കീമി. ലോകത്തിലെ ഏറ്റവും മികച്ച റൈറ്റ് ബാക്കുകളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഹക്കീമി പ്രതിരോധം ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിവേഗം മുന്നോട്ട് കയറി ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതിൽ അഗ്രഗണ്യനാണ്. മികച്ച ടെക്നിക്കൽ വൈദഗ്ധ്യവും ഫിസിക്കൽ കരുത്തും ഹക്കീമിക്കുണ്ട്. കൂടാതെ ഹക്കീം സിയറ്റ്, യാസീൻ ബോണോ തുടങ്ങിയ ലോകോത്തര താരങ്ങളും മൊറോക്കോയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. 2026 ലോകകപ്പിൽ 2022 പ്രകടനം ആവർത്തിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് മൊറോക്കോ എത്തുന്നത്. ഗ്രൂപ്പ് സിയിൽ ബ്രസീലിന് ഒരു കടുത്ത വെല്ലുവിളി ഉയർത്താൻ അവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് കായിക ലോകം പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു ടീമാണ് കരീബിയൻ ഫുട്ബോളിന്റെ പ്രതിനിധികളായ ലെ ഗ്രാനാഡിയസ് എന്നറിയപ്പെടുന്ന ഹെയ്ത്തി ടീം. താരതമ്യേന ചെറിയ ഫുട്ബോൾ ചരിത്രമുള്ള ഈ രാജ്യം 2026 ലോകകപ്പിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ എത്തുകയാണ്. 1974 ലോകകപ്പിലാണ് ഹെയ്ത്തി ഇതിനു മുമ്പ് യോഗ്യത നേടിയിട്ടുള്ളത്. അതിനുശേഷം 2026 വീണ്ടും ലോകകപ്പ് വേദിയിലെത്തുന്നത് ഹെയ്ത്തി ഫുട്ബോളിന് വലിയ ഉണർവ് നൽകുന്നു. കോൺകകാഫ് മേഖലയിലെ യോഗ്യതാ മത്സരങ്ങളിൽ മികച്ച പോരാട്ട വീര്യം കാഴ്ചവെച്ചാണ് അവർ ലോകകപ്പ് ടിക്കറ്റ് നേടിയത്. കായികക്ഷമതയിലും വേഗത്തിലും ഊന്നിയുള്ള കളിയാണ് ഹെയ്ത്തി സാധാരണമായി പുറത്തെടുക്കുന്നത്. പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിങ്ങുകളിലൂടെ വേഗത്തിൽ ആക്രമണങ്ങൾ മെനഞ്ഞെടുക്കാൻ അവർ ശ്രമിക്കുന്നു. ഡ്യൂക്കൻസ്, നാസൻ പോലുള്ള താരങ്ങൾ ഗോൾ നേടുന്നതിൽ ടീമിന് നിർണായകമാണ്. വലിയ ഫുട്ബോൾ ശക്തികളായ ബ്രസീൽ, മൊറോക്കോ തുടങ്ങിയ ടീമുകളടങ്ങിയ ഗ്രൂപ്പ് സിയിൽ ഹെയ്ത്തിയെ സംബന്ധിച്ച് ഓരോ മത്സരവും കഠിനമാണ്. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും
ലോകോത്തര ടീമുകൾക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അവർ ശ്രമിക്കുമെന്നുറപ്പാണ്. ഓരോ വിജയവും ഓരോ പോയിന്റും ഹെയ്ത്തി ഫുട്ബോളിന് വലിയ നേട്ടമായിരിക്കും. ബ്രിട്ടീഷ് ഫുട്ബോളിലെ ശക്തമായ പാരമ്പര്യമുള്ള ടീമാണ് സ്കോട്ട്ലാൻഡ്. ദ ടാർട്ടൻ ആർമി എന്നറിയപ്പെടുന്ന ഈ ടീം ലോകകപ്പിൽ 7 തവണ യോഗ്യത നേടിയിട്ടുണ്ട്. എന്നിരുന്നാലും 1998 ശേഷം ആദ്യമായാണ് 2026 ലോകകപ്പിന് യോഗ്യത നേടുന്നത്. അവരുടെ ഫുട്ബോൾ ആരാധകർക്ക് വലിയ ആവേശം തന്നെയാണ് ഇത് നൽകുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കൂട്ടം താരങ്ങൾ അവരുടെ പ്രത്യേകതയാണ്. പരിശീലകൻ സ്റ്റീവ് ക്ലാർക്കിന്റെ കീഴിൽ സ്കോട്ട്ലാൻഡ് ഒരു ചിട്ടയായതും പ്രതിരോധത്തിൽ ശക്തവുമായ ശൈലിയാണ് പിന്തുടരുന്നത്. ടീം കെമിസ്ട്രിക്കും കളിക്കാർ തമ്മിലുള്ള ഐക്യത്തിനും അവർ വലിയ പ്രാധാന്യം നൽകുന്നു. ക്യാപ്റ്റൻ റോബർട്ട്സൺ ആണ് ടീമിന്റെ നട്ടെല്ല്. ലോകത്തിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്കുകളിൽ ഒരാളായ റോബർട്ട്സൺ അതിവേഗമുള്ള ഓട്ടങ്ങൾ, കൃത്യതയാർന്ന ക്രോസുകൾ, പ്രതിരോധത്തിൽ ഉറപ്പ് എന്നിവ ടീമിന് നൽകി നയിക്കുന്നു. മധ്യനിരയിൽ സ്കോട്ട് മാക്ടോമിനിയെ പോലുള്ള താരങ്ങളും ഗോളടി മികവും ഫിസിക്കൽ കരുത്തും സ്കോട്ട്ലാൻഡിന് കരുത്തു നൽകുന്നു. കളിമികവിനേക്കാൾ ഉപരിയായി പോരാട്ടവീര്യത്തിനും കായികശേഷിയും ഊന്നിയാണ് സ്കോട്ട്ലാൻഡ് കളിക്കുന്നത്. ഗ്രൂപ്പ് സിയിൽ ബ്രസീലും മൊറോക്കോയും വലിയ വെല്ലുവിളിയാകുമ്പോൾ നൗക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കുക എന്നത് സ്കോട്ട്ലാൻഡിന് ഒരു കടുപ്പമേറിയ ദൗത്യമായിരിക്കും. അതിനാൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ആരെല്ലാം അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുക എന്നത് കണ്ടറിയുക തന്നെ വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.